ഏട്ടത്തി നേരെ അടുക്കളയിലേക്ക് കേറിക്കോ. ഭക്ഷണം ഉണ്ടാക്കണ്ടേ? വേണ്ട, പത്മിനി ഇപ്പൊ ജോലിയൊന്നും ചെയ്യണ്ട. പിന്നെ എന്തെടുത്ത് വെച്ച് കഴിക്കും? ഇവിടെ ഒരു അടുക്കളക്കാരി ഉണ്ടായിരുന്നത് പുറത്തേക്ക് പോയി. ഏട്ടന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഏട്ടത്തെ ഉണ്ടാക്കിയേ പറ്റൂ. കിട്ടുന്നില്ല. ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആരോട് ഇനിയൊന്നും സംസാരിക്കാനില്ലല്ലോ. സൂര്യ അവരെ കണ്ടോന്ന് അറിഞ്ഞൂടമ്മേ. പത്മിനി, ഇപ്പൊ നമുക്ക് ചെയ്യാവുന്നത് ഇറങ്ങിപ്പോയവരുടെ കഴിവിൽ വിശ്വസിക്കുക എന്നതാ. വരുൺ വല്ലാതെ തളർന്നിട്ടുണ്ട്. പക്ഷേ രാധിക മോളുടെ പെരുമാറ്റം എന്നെ വല്ലാതെ അമ്പരപ്പിച്ചു. അവളുടെ ഒരു ആത്മവിശ്വാസം കണ്ടില്ലേ, അത് നമ്മുടെ മോന് കൂട്ടായിട്ട് വരും. അത് തന്നെ അമ്മേ എന്റെ ഒരു ആത്മവിശ്വാസം. അയ്യോ, എന്താ എടുത്തി? സുഖമില്ലേ? കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ഒരു വിഷമം മനസ്സിൽ തട്ടിയാ അത് തന്നെ വിചാരിച്ചോണ്ടിരുന്ന മനസ്സിനും ശരീരത്തിനും ക്ഷീണം കൂടുകയുള്ളൂ. എടുത്തി ഒരു കാര്യം ചെയ്, എഴുന്നേറ്റ് വാ. അവൾ ഇവിടെ ഇരുന്നോട്ടെ. അതെന്താമ്മേ, ഏട്ടത്തെ കൊല്ലാൻ കൊണ്ടുപോവാണോ? ആവശ്യമുള്ളതുണ്ടല്ലേ വിളിക്കുന്നേ? അമ്മേ, അമ്മ ആ ഷെൽഫുകളുടെയൊക്കെ താക്കോൽ എവിടെ വെച്ചിരിക്കുന്നേ? ഞങ്ങളെ കുറെ അന്വേഷിച്ചു, കണ്ടില്ല. അതെന്തിനാ നിങ്ങൾക്കിപ്പോ ഷെൽഫുകളുടെയൊക്കെ താക്കോല്? അത് കാലാകാലമായിട്ട് പത്മിനി സൂക്ഷിക്കുന്നതല്ലേ? ആ, ഏട്ടത്തെ കുറെ കാലം സൂക്ഷിച്ചു, പിന്നെ അത് രാധിക ഏൽപ്പിച്ചു. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യല്ലമ്മേ. പക്ഷേ ഇനി കണക്കനുസരിച്ച് ഞാനാണല്ലോ കയ്യിൽ വെക്കേണ്ടത്. കണക്കനുസരിച്ചോ? ആ അതെ മുത്തശ്ശി, കണക്ക് തന്നെ. എത്ര വലിയ ബന്ധമായാലും കണക്കുകളില് ഒരു കൃത്യത ഉണ്ടാവണം. ഈ വീട് നഷ്ടപ്പെടാതെ തിരിച്ചുപിടിച്ചത് ചെറിയച്ഛനല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും വീടിന്റെ അവകാശം ചെറിയച്ഛനല്ലേ? വീടിന്റെ അകത്തെ അധികാരം ചെറിയമ്മയ്ക്ക. അതിലാർക്കാ ഇവിടെ സംശയമുള്ളത്? കൽപ്പന, നീയായിട്ട് ഇവിടെ ഒരു വീതം വയ്പ് നടത്തണ്ട. അതിനുള്ള അധികാരം നിനക്കില്ല. ഓ, അധികാരത്തിന്റെ കണക്കൊന്നും ഇവിടെ പറയണ്ടമ്മേ. എന്തിനാ തമ്മിൽ തമ്മിൽ മുഷിയുന്നേ? എനിക്ക് ആരോട് മോശമായിട്ട് പെരുമാറണമെന്നൊന്നുമില്ല. പക്ഷെ ചന്ദ്രേട്ടൻ എനിക്കൊരു അധികാരം തന്നിട്ടുണ്ട്. അതാരെങ്കിലും ചോദ്യം ചെയ്യാൻ വന്നാ ഞാൻ പ്രതികരിക്കുകയും ചെയ്യും. അതിപ്പോ ഏട്ടത്തിയാണോ അമ്മയാണോ എന്നൊന്നും ഞാൻ നോക്കിയില്ല. തർക്കം വേണ്ട ഉർവശി, താക്കോലൊക്കെ ഞാൻ വന്നെടുത്തു തരാം. താക്കോലെടുത്ത് തന്നിട്ട് ഏട്ടത്തി നേരെ അടുക്കളയിലേക്ക് കേറിക്കോ. ഭക്ഷണം ഉണ്ടാക്കണ്ടേ? വേണ്ട, പത്മിനി ഇപ്പൊ ജോലിയൊന്നും ചെയ്യണ്ട. പിന്നെ എന്തെടുത്ത് വെച്ച് കഴിക്കും? ഇവിടെ ഒരു അടുക്കളക്കാരി ഉണ്ടായിരുന്നത് പുറത്തേക്ക് പോയി. ഏട്ടന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഏട്ടത്തെ ഉണ്ടാക്കിയേ പറ്റൂ. അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പൊ പിന്നെ അതല്ലേ നല്ലത്. ഇന്ന് തന്നെ അധികാരം ഉറപ്പിച്ച് അടങ്ങുമല്ലേ ഉർവശി? കൊള്ളാം നിങ്ങളുടെ മാറ്റം. ഓ, ചെറിയമ്മ മാറിയതിന് കുഴപ്പമൊന്നുമില്ല. അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് കുഴപ്പം. നീ ഒന്ന് മിണ്ടാതിരിക്കും കൽപ്പനെ. എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഏട്ടത്തൊന്ന് എഴുന്നേറ്റ് വരുന്നുണ്ടോ? ഞാൻ വരാം, ഉർവശി നടന്നോളൂ. ശരി. വയ്ക്കൂ. പത്മിനി, കാര്യങ്ങൾ വ്യക്തമായി അമ്മേ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പകരം വീട്ടില്ല. സാരമില്ല, എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യ. ഞാൻ പോയിട്ട് വരാം. മോളെ, മനസ്സ് തളർന്നു പോവണ്ട. എന്തിനു ശേഷിയുള്ള ഒരു മകൻ നിനക്കുണ്ട്. ഇന്നിറങ്ങിപ്പോയാലും അവനൊരു തിരിച്ചുവരവുണ്ട്. അവരാരും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചുവരവ്. അതിനുവേണ്ടി അനുഭവിക്കുന്ന കഷ്ടപ്പാടൊക്കെ അവന് വേണ്ടി എടുക്കുന്ന വ്രതമായിട്ട് കൂട്ടിക്കോളാമേ. ഞാൻ പോയിട്ട് വരാമേ.
വരും. നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണങ്ങളെ കുറിച്ച് ഇനി നീ ചിന്തിക്കണ്ട. പോലീസുകാരുടെ അന്വേഷണത്തിന്റെ സ്വഭാവം കുറെ കാലമായിട്ട് നീ കാണുന്നതാണല്ലോ. ഇനി എന്താ നീ ഉദ്ദേശിക്കുന്നേ? തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള മാർഗമായിരുന്നു ഏട്ടാ അത്. അതും തട്ടിപ്പറിച്ചു. എടോ, കുറച്ചു മുമ്പ് തളർന്നു പോരുന്ന താനോട് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സ് നേരെ അറിഞ്ഞില്ല. പക്ഷേ ഇനി തോറ്റു കൊടുക്കാൻ പറ്റില്ല. ഒരു മിനിറ്റ്, ഞാൻ ഒരാളെന്ന് വിളിക്കട്ടെ. ആഹാ, വരുൺ കുറച്ച് നാളെ അവനെ വിളിച്ചിട്ട്. എടാ, എവിടെയാടാ നീ? ആ എടാ, നീ നാട്ടിലുണ്ടോ? ഉണ്ടല്ലോ. എടാ, എനിക്ക് നിന്നെ ഒന്ന് കാണാൻ പറ്റുമോ? അതൊന്ന് ചോദ്യടാ. എവിടെ കാണാനെന്ന് പറ, നമുക്ക് കാണാം. എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലമോ? നിനക്കോ? അത് അപൂർവമായൊരു കാര്യമാണോടാ, പറ കേക്കട്ടെ. അത് നീ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമാണ്. നീ പറയടാ. വരുൺ, ഉള്ളതാണോ നീ പറയുന്നതൊക്കെ? അതെ, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയടാ. എടാ, എനിക്ക് എത്ര സഹായങ്ങൾ ചെയ്തിട്ടുള്ളതാ നീ. എത്രയോ തവണ നിന്റെ ഹെൽപ്പ് കൊണ്ട് മാത്രം ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. എടാ, നിനക്കെന്ത് വേണം? എടാ, ആദ്യം നിന്നെ എനിക്കൊന്ന് കാണണം. എടാ, നീ ആ ലൊക്കേഷൻ അയക്കേ, ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരാം. ആ, താങ്ക് യൂടാ. ഞാനേ ലൊക്കേഷൻ ഇടാം. ഏട്ടാ, തേജസിനെ ഏട്ടൻ അറിയില്ലേ? എൻ്റെ ഫ്രണ്ട്. ആ പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അവനെ ഞാൻ വിളിച്ചത്. അവനിപ്പോൾ വരും. തേജസിന് ഞാൻ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അവനതൊന്നും മറക്കില്ല. തൽക്കാലം അവൻ്റെ സഹായം നമുക്ക് സ്വീകരിക്കാം. വേറെ എവിടെയെങ്കിലും മലയുന്നതിനേക്കാളും നല്ലതല്ലേ അത്? എടാ, ഈ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റാ. നമുക്ക് ഏറ്റവും വീഴ്ച വരുന്ന സമയത്ത് അത് നമ്മളെ സഹായിക്കും.